ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിനാശം വിതയ്ക്കുന്ന വിഷാദം. എന്ന് വെച്ചാൽ വിഷാദ രോഗികളെ കാണാൻ പറ്റും. ഈ വിഷാദത്തിന് ഔഷധമുണ്ടോ? കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഔഷധമുണ്ട്. വിഷാദമുള്ളവർക്ക് അതിനകത്തുനിന്ന് പുറത്തു വരാൻ സാധിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും അമ്മച്ചിയെ മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ഞങ്ങളിവള് സങ്കടപ്പെടാൻ ഒരു കാര്യവും ചെയ്യുന്നില്ല, പക്ഷേ അവളെ നോക്കുമ്പോഴെല്ലാം ഒരു മ്ലാനവദനം, വിഷാദമാണ് അവളുടെ മുഖത്ത് പോലും തളം കെട്ടിക്കിടക്കുന്നത് എന്ന് അമ്മച്ചി തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ആദ്യമായിട്ട് നമ്മൾ ഒരു വചനമെടുത്താൽ ആ വചനം പഠിപ്പിക്കുന്നുണ്ട് 3 കാര്യങ്ങൾ വൻ ക്രൂരതയാണ്. ആ ക്രൂരത ഒരു കാരണവശാലും നമ്മൾ ചെയ്യരുത്. 3 കാര്യങ്ങൾ ക്രൂരതയായിട്ട് എടുത്തു കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് സുഭാഷിതങ്ങൾ 25-ന്റെ 20-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. സുഭാഷിതങ്ങൾ 25-20-ാമത്തെ വചനം. ഒന്നാമത്തെ ക്രൂരത, വിഷാദിച്ചിരിക്കുന്നവൻ്റെ മുമ്പിൽ പാട്ടുപാടുന്നത്. ചിലര് വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ അവരെ കൂടുതൽ വേദനിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കും. അതിലൊന്നാണ് അവൻ്റെ മുമ്പിൽ പാട്ടുപാടുന്നത്. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അതാണ് കൊടും തണുപ്പിൽ ഒരാളുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നത്. ആ വസ്ത്രം ഉണ്ടെങ്കിൽ പോലും തണുപ്പ് സഹിക്കാൻ മേലാത്ത ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ ആ വസ്ത്രം ഉരിഞ്ഞു മാറ്റി അവരെ നഗ്നരാക്കിയാൽ എങ്ങനെ ഇരിക്കും? അത് കൊടും ക്രൂരതയായിട്ട് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് മുറിവിൽ വിനാഗിരി ഒഴിക്കുന്നത്. നമുക്കറിയാലോ, ഇപ്പം മുറിഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് വിനാഗിരിയോ ഇനി ഉപ്പോ അങ്ങനെയുള്ളതൊക്കെ ഇടുന്നത് അത് വലിയ ക്രൂരതയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ചില വിശുദ്ധരെയൊക്കെ മതപീഡനത്തിന് ഭാഗമായിട്ട് ശരീരം കീറിയിട്ട് വരഞ്ഞു കീറി എന്നിട്ട് അതിൽ ഉപ്പും മുളകും പുരട്ടിയ സംഭവങ്ങൾ വരെയുണ്ട്. ഇതൊക്കെ കൊടും ക്രൂരതയാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, വിഷാദം 2 തരമുണ്ട്, റിയൽ, അൺറിയൽ. ശരിക്കുള്ള വിഷാദം. ഇനി രണ്ടാമത്തേത് വിഷാദം ഭാവിക്കുന്നത്, അൺറിയലാണ്. ഇത് രണ്ടും നമ്മൾ വചനത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. സങ്കീർത്തനം 42-ന്റെ 6-ാമത്തെ വചനം, അതുപോലെ സങ്കീർത്തനം 143-ന്റെ 4-ാമത്തെ വചനം. എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു. സങ്കീർത്തനം പറഞ്ഞൊരു കാര്യമാണ് റിയൽ വിഷാദം. റിയലായിട്ട് ശരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് അൺറിയൽ, വിഷാദം ഭാവിക്കുന്നത്. മത്തായി 6:16 വായിച്ചാൽ കപടനാട്യക്കാർ ചെയ്തൊരു കാര്യം, ഉപവസിക്കുമ്പോൾ വിഷാദം ഭാവിക്കുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ആകരുത്. അവര് വിഷാദം ഭാവിക്കുന്നവരാണ്. നിങ്ങൾക്ക് ദൈവമക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല. വിഷാദത്തിന് പരിഹാരമുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വിഷാദമുള്ളവർക്കും ഒരു ഔഷധമുണ്ട്. അതെടുത്താൽ അവർക്ക് വിഷാദത്തിൽ നിന്നും പുറത്തു വരാൻ പറ്റും. സങ്കീർത്തനം 43 5-ാമത്തെ വചനം അത് നമ്മെ പഠിപ്പിക്കുന്നു. 43-ന്റെ 5 സങ്കീർത്തനം. എൻ്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പെടുന്നു? എന്നിട്ട് പറയുകയാണ്, പരിഹാരം എന്താണ്? കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിൽ ആശ്രയിക്കുന്നതാണ് ഔഷധം. കർത്താവിൽ ആശ്രയിച്ചാൽ അത്യുന്നതൻ്റെ ശക്തി നമ്മളിൽ പ്രകടമായാൽ വിഷാദം മാറും, ഇവിടെ സങ്കടം മാറും. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 23, കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ അനുഗ്രഹം, അവർക്കൊന്നിനും ഒരു കുറവും വരത്തില്ല. കൃത്യമായിട്ട് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, സന്തോഷത്തിനും ഒരു കുറവും അവർക്ക് വരത്തില്ല. നാലാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ സമ്പത്ത് എന്ന് പറയുമ്പോൾ പലതരമുണ്ട്. ചിലർക്ക് ആകെപ്പാടെ അറിയാവുന്നത് ഭൗതിക സമ്പത്ത്, കള്ളനും തുരുമ്പിനും ഒക്കെ നശിപ്പിക്കാവുന്ന, മോഷ്ടിക്കാവുന്ന ആ സമ്പത്തിനെക്കുറിച്ച് മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ. പക്ഷേ മറ്റു പല സമ്പത്തിനെക്കുറിച്ചും ദൈവം പഠിപ്പിക്കുന്നുണ്ട്. ഭൗതിക സമ്പത്ത് അത് ഒന്ന് മാത്രം. രണ്ടാമത്തേതാണ് ആരോഗ്യം. മൂന്നാമത്തേതാണ് ഹൃദയാനന്ദം. വിഷാദത്തിൽ കഴിയുന്നവർക്ക് അതെവിടെ ഉണ്ടാവും? ആരോഗ്യം, ഹൃദയാനന്ദം. അത് നമ്മൾ പ്രഭാഷകൻ 30, 15, 16 വചനങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് കർത്താവ് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആരോഗ്യം അളവറ്റ സമ്പത്തിനേക്കാൾ വിലയുള്ളതാണ്. ഹൃദയാനന്ദം പോലെ മറ്റൊന്നില്ല. ഇതെല്ലാം സമ്പത്തായിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതിലും ഉപരിയായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് സ്വർഗം. ഈ സ്വർഗം നഷ്ടമാക്കിയിട്ട് നമ്മൾ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും അതൊരു നേട്ടമല്ല എന്ന് മത്തായി 16:25 നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. വിഷാദ കാരണങ്ങൾ, സന്തോഷം കവരുന്ന ചില കാര്യങ്ങൾ, 6 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, പാപം. ഉൽപ്പത്തി 4:6, കായൻ്റെ മുഖം പാടിയത് എന്തുകൊണ്ടാണ്? അവൻ്റെ പാപം മൂലം.
പ്രഭാഷകൻ 38:15 വായിച്ചാൽ സൃഷ്ടാവിനെതിരെ പാപം ചെയ്യുന്നവർ വൈദ്യസഹായം തേടേണ്ടി വരും. അപ്പോൾ അവരുടെ ആരോഗ്യം നശിക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 2, ആന്തരിക മുറിവ്. ആന്തരിക മുറിവേറ്റാൽ നമുക്ക് ഒന്ന് ചിരിക്കാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നമ്മുടെ ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഉണ്ടാകാവുന്ന ഒരു പ്രസന്നത അതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. ജെറമിയ 30:14-17 വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ കർത്താവ് പറയാണ്, നീ എൻ്റെ പക്കലേക്ക് തിരിയുക, ഞാൻ നിൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്താം. സഭാപ്രസംഗൻ 12:1 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ അറിയാതെ ജീവിക്കുന്നതാകാം നമ്മുടെ ദുഃഖകാരണം. നമുക്ക് ഒന്നിലും സന്തോഷമില്ലാതെ പോകുന്നത് അതുമൂലമായിരിക്കാം. അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം. സങ്കീർത്തനം 77:10 ഞാൻ സൂചിപ്പിച്ചതാണ്, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തത് നമ്മുടെ ദുഃഖകാരണമാണ്. സമ്പത്ത് ദൈവമാക്കി മാറ്റുന്നതാണ് മറ്റൊരു സന്തോഷം കവരുന്ന ഒരു കാര്യം. ലൂക്കാ 18-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ 22-ാമത്തെ വചനം, ആ ചെറുപ്പക്കാരൻ അവൻ്റെ സമ്പത്ത് അവൻ ദൈവമായി കണ്ടു. അതുകൊണ്ടാണ് അത് വിടാൻ പറഞ്ഞപ്പോൾ അവന് വിടാൻ പറ്റാതെ അവൻ വിഷാദത്തോടെ അവിടുന്ന് മടങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവസാനത്തെ കാര്യമാണ് അധർമ്മം. ജോബ് 20:5 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അധർമ്മിയുടെ സന്തോഷം നൈമിഷികമാണ്, അത് നിലനിൽക്കത്തില്ല. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് സന്തോഷം പകരുന്ന ഒരു 6 കാര്യങ്ങളെക്കുറിച്ചും വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. 1, ദൈവഭക്തി. സങ്കീർത്തനം 122 വായിച്ചാൽ മതി, അതിൻ്റെ കണ്ടന്റ് അതാണ്, ദൈവഭക്തന് സന്തോഷം ഉണ്ടാവും. ഫിലിപ്പിയർ 4:4 വായിച്ചാൽ 2ാമത്തെ കാര്യം കാണാൻ പറ്റും, ദൈവസ്തുതി. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക, നിങ്ങളുടെ സന്തോഷം നിലനിൽക്കും. 3ാമത്തെ കാര്യമാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. സങ്കീർത്തനം 21:6 സങ്കീർത്തനം 16:11 വായിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സന്നിധിയിലാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത. അതുകൊണ്ട് ദൈവ സാന്നിധ്യം നമുക്ക് സന്തോഷം പകരും. മറ്റൊന്ന് ദൈവേഷ്ടം നിറവേറ്റുന്നത്. സങ്കീർത്തനം 40 8ാമത്തെ വചനം എടുക്കുമ്പോൾ സങ്കീർത്തനം പറയുകയാണ്, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് നിലനിൽക്കുന്ന ഒരു സന്തോഷം അവരുടെ ജീവിതത്തിലുണ്ടാവും. 5ാമത്തെ കാര്യമാണ്, നമ്മൾ ശരിക്കും യേശുക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടാൽ, യേശുവിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നാൽ ഈ സന്തോഷം നമുക്കുണ്ടാവും. സങ്കീർത്തനം 51:12 വചനം അതാണ് നമ്മളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തനം 16:31 വായിക്കുമ്പോൾ ആ ജയിലർക്കും കുടുംബാംഗങ്ങൾക്കും വലിയ സന്തോഷമുണ്ടായി. എപ്പോഴാണ്? സ്നാനം സ്വീകരിച്ച് രക്ഷ പ്രാപിച്ചപ്പോൾ. അവസാനത്തെ കാര്യമാണ് ക്ഷമാശീലം. പ്രഭാഷകൻ 1:22 ക്ഷമാശീലം സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് അനുദിനം ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.